ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായി നോക്കുന്നത് കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഒരു കഥ പോലെ നമുക്ക് പഠിച്ചു പോകാം. അപ്പം നമ്മൾ കേരളത്തിലെ കലാപങ്ങളിൽ ആദ്യം നോക്കുന്നത് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു മനോഹരമായ കടൽ തീരമുണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു അഞ്ചുതെങ്ങ്. അവിടുത്തെ പ്രധാനിയായിരുന്നു ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി. അന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണെന്നോ? കുരുമുളക്. അപ്പം എന്താണ്, നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു മനോഹരമായ കടൽ തീരമുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് അഞ്ചുതെങ്ങ്. അവിടുത്തെ പ്രധാനിയായിരുന്നു ആറ്റിങ്ങൽ റാണി. ഈ ആറ്റിങ്ങൽ റാണിയുടെ പേരെന്തായിരുന്നു? ഉമയമ്മ റാണി. അന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണെന്നോ? അതായിരുന്നു കുരുമുളക്. കടലിലൂടെ കപ്പലോടിച്ചു വന്ന ബ്രിട്ടീഷുകാർ രാജ്ഞിയോട് ചോദിച്ചു, രാജ്ഞി, ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ ഒരിടം തരുമോ? ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാം. വർഷം 1684. റാണി സമ്മതിച്ചു. കച്ചവട സ്ഥലം തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാർ കച്ചവടം മാത്രമായി ഒതുക്കിയില്ല. അവർ തങ്ങളുടെ സ്ഥലം ഒരു വലിയ കോട്ടയാക്കി മാറ്റാൻ തുടങ്ങി. വർഷം 1695 കോട്ടയുടെ പണി ആരംഭിച്ചു. അപ്പം എന്താണ്, കടലിലൂടെ കപ്പലോടിച്ചു വന്ന ബ്രിട്ടീഷുകാർ രാജ്ഞിയോട് ചോദിച്ചു, രാജ്ഞി, ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ ഒരിടം തരുമോ? ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാം. വർഷം 1684 റാണി സമ്മതിച്ചു. കച്ചവട സ്ഥലം തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാർ കച്ചവടം മാത്രമായി ഒതുങ്ങിയില്ല. അവർ തങ്ങളുടെ സ്ഥലം ഒരു വലിയ കോട്ടയാക്കി മാറ്റാൻ തുടങ്ങി. വർഷം 1695 കോട്ടയുടെ പണി ആരംഭിച്ചു. ഈ കോട്ട പണിതതോടെ ബ്രിട്ടീഷുകാർ ഭയങ്കര ദുഷ്ടന്മാരായി. അവർ നമ്മുടെ നാട്ടിലെ കുരുമുളകുകാർക്ക് തീരെ വില കൊടുക്കാതെ കച്ചവടം സ്വന്തമാക്കി. നാട്ടുകാർക്ക് ഇത് സഹിച്ചില്ല. കോട്ടയുടെ പണി നടക്കുന്നതിനിടെ വർഷം 1697 നാട്ടിലെ സാധാരണക്കാർ ഒന്നിച്ചു നിന്നു. ഞങ്ങൾ ഇവർക്ക് കുരുമുളക് കൊടുക്കില്ല, ഞങ്ങളെ ചതിക്കുന്ന ഇവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തി. അപ്പം എന്താണ്, ഈ കോട്ട പണിതതോടെ ബ്രിട്ടീഷുകാർ ഭയങ്കര ദുഷ്ടന്മാരായി. അവർ നമ്മുടെ നാട്ടിലെ കുരുമുളകുകാർക്ക് തീരെ വില കൊടുക്കാതെ കച്ചവടം സ്വന്തമാക്കി. നാട്ടുകാർക്കിത് സഹിച്ചില്ല. കോട്ടയുടെ പണി നടക്കുന്നതിനിടെ വർഷം 1697 നാട്ടിലെ സാധാരണക്കാർ ഒരുമിച്ച് നിന്നു. ഞങ്ങൾ ഇവർക്ക് കുരുമുളക് കൊടുക്കില്ല, ഞങ്ങളെ ചതിക്കുന്ന ഇവരെ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തി. ഇതായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ ചെറിയ പോരാട്ടമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. വർഷം 1699 കോട്ടയുടെ പണി പൂർത്തിയായി. ബ്രിട്ടീഷുകാർ അവിടെ കൂടുതൽ ശക്തിപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ 1695 കോട്ടയുടെ പണി പൂർത്തിയായി എന്ന് പറയുന്നുണ്ട്. ചില രേഖകളിൽ 1699 പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ വെച്ച് വേണം നമ്മളത് കറപ്പിക്കാൻ. ഇനി നമുക്ക് ആറ്റിങ്ങൽ കലാപം നോക്കാം. അങ്ങനെയിരിക്കെ 1721 ഏപ്രിൽ 15 വന്നു. എന്നാണ് 1721 ഏപ്രിൽ 15 വന്നു. ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ തലവനായിരുന്ന ഗീഫോർഡ് എന്നയാൾ റാണിക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളുമായി 140-ലധികം പട്ടാളക്കാരെയും കൂട്ടി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോയി. നാട്ടിലെ വലിയ ആളുകളായ പിള്ളമാർ പറഞ്ഞു, സമ്മാനം രാജ്ഞിക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ വഴിയാണ്. അപ്പം എന്നായിരുന്നു 1721 ഏപ്രിൽ 15 വന്നു. ആ സമയത്ത് എന്ത് നടന്നു? ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ തലവനായിരുന്ന ഗീഫോർഡ് എന്നയാൾ റാണിക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളുമായി 140-ലധികം പട്ടാളക്കാരെയും കൂട്ടി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോയി. നാട്ടിലെ വലിയ ആളുകളായ പിള്ളമാർ പറഞ്ഞു, സമ്മാനം രാജ്ഞിക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ വഴിയാണ്. ഗീഫോർഡ് അത് അനുസരിച്ചില്ല. അയാൾ ധിക്കാരം കാണിച്ചു. സമ്മാനങ്ങളുമായി മടങ്ങി വരുമ്പോൾ ദേഷ്യത്തിലായിരുന്ന പിള്ളമാരും നാട്ടുകാരും ചേർന്ന് ഗീഫോർഡിൻ്റെ സംഘത്തെ വളഞ്ഞു. ഗീഫോർഡ് അടക്കം 140-ലധികം ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. ഇതായിരുന്നു ആറ്റിങ്ങൽ കലാപം.
കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതും ആറ്റിങ്ങൽ കലാപമാണ്. അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അതേതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഇനി നമുക്ക് വേണാട് ഉടമ്പടി കൂടി നോക്കാം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്, അതെന്തായിരുന്നു? പഴയ തിരുവിതാംകൂറിൻ്റെ പേരാണ് വേണാട്. അപ്പം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാജാവിനെ ധിക്കരിക്കുന്ന നാടുവാഴികളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. ഈ സമയത്താണ് രാജ്യത്തിൻ്റെ അടുത്ത രാജാവാകാൻ പോകുന്ന ബുദ്ധിമാനായ മാർത്താണ്ഡവർമ്മ ഒരു തന്ത്രം ആസൂത്രണം ചെയ്തത്. അപ്പം എന്താണ്? ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. രാജാവിനെ ധിക്കരിക്കുന്ന നാടുവാഴികളെ കൊണ്ട് അവർ പൊറുതിമുട്ടിയിരുന്നു. ഈ സമയത്താണ് രാജ്യത്തിൻ്റെ അടുത്ത രാജാവാകാൻ പോകുന്ന ബുദ്ധിമാനായ മാർത്താണ്ഡവർമ്മ ഒരു തന്ത്രം ആസൂത്രണം ചെയ്തത്. വേണാട് ഉടമ്പടി നടന്ന വർഷം 1723 ആ സമയത്ത് വേണാട് ഭരിച്ചിരുന്ന രാജാവാണ് രാമവർമ്മ. അപ്പം വേണാട് ഉടമ്പടി നടന്ന വർഷം 1723 വേണാട് രാജാവ് ചോദിച്ചാൽ രാമവർമ്മയാണ്. ഒപ്പിട്ടവർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്നാണ്. കമ്പനിയെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടത് അലക്സാണ്ടർ ഓം എന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പം വേണാട് ഉടമ്പടി നടന്ന വർഷം 1723 വേണാട് രാജാവാരായിരുന്നു ആ സമയത്ത്? രാമവർമ്മയാണ്. ഒപ്പിട്ടവർ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് അലക്സാണ്ടർ ഓം എന്ന ഉദ്യോഗസ്ഥനാണ് ഒപ്പുവെച്ചത്. ഉടമ്പടിയിലെ സഹായം: നിങ്ങൾ ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ രാജ്യത്തെ ഈ പ്രശ്നക്കാരായ നാടുവാഴികളെ അടിച്ചമർത്താൻ സഹായിക്കണം. പകരം ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കുരുമുളക് കച്ചവടത്തിന് അനുമതി നൽകാം. ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷ് സഹായം നേടിയ മാർത്താണ്ഡവർമ്മ രാജ്യത്തിനകത്തെ എതിരാളികളെ ഒതുക്കി. അങ്ങനെ അദ്ദേഹം വേണാടിനെ ശക്തമായ തിരുവിതാംകൂർ രാജ്യമാക്കി വളർത്തി. അപ്പോൾ ഉടമ്പടിയിലെ സഹായം എന്തായിരുന്നു? നിങ്ങൾ ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ രാജ്യത്തെ ഈ പ്രശ്നക്കാരായ നാടുവാഴികളെ അടിച്ചമർത്താൻ സഹായിക്കണം. പകരം ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കുരുമുളക് കച്ചവടത്തിന് അനുമതി നൽകാം. ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷ് സഹായം നേടിയ മാർത്താണ്ഡവർമ്മ രാജ്യത്തിനകത്തെ എതിരാളികളെ ഒതുക്കി. അങ്ങനെ അദ്ദേഹം വേണാടിനെ ശക്തമായ തിരുവിതാംകൂർ രാജ്യമാക്കി വളർത്തി. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണേത്? അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇതൊക്കെ ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അപ്പം അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ചോദിച്ചാൽ അതും അഞ്ചുതെങ്ങാണ്. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏത് വർഷമായിരുന്നു? 1697. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മുഖ്യ കാരണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ചോദിച്ചാൽ അഞ്ചുതെങ്ങാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉമയമ്മ റാണിയാണ്. അല്ലെങ്കിൽ എന്താണ്? ആറ്റിങ്ങലിലെ ഉമയമ്മ റാണിയാണ്. അപ്പം തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങലിലെ ഉമയമ്മ റാണിയാണ്. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം എന്നായിരുന്നു? 1695. ചില രേഖകളിൽ പ്രകാരം 1695 പണി തുടങ്ങി 1699 പണി തീർത്തു എന്നും പറയുന്നുണ്ട്. എങ്കിലും കൂടുതലായി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വർഷം 1695. എന്നാൽ ചില രേഖകൾ പ്രകാരം എന്തു പറയുന്നുണ്ട്?
1695 പണി തുടങ്ങി 1699 പണി തീർന്നു എന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അതാണ് ആറ്റിങ്ങൽ കലാപം. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ അതേതാണ്? ആറ്റിങ്ങൽ കലാപവുമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 എന്നാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മയാണ്. ഇതെല്ലാം നമ്മൾ കഥകളിൽ പഠിച്ചതാണ്, ചോദ്യോത്തരങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പം ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഗിഫോർഡ് ആണ്. അപ്പം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഗിഫോർഡ് ആണ്. അപ്പം എന്തായിരുന്നു ആറ്റിങ്ങൽ കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണിത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1721 ഏപ്രിൽ 15. ആ സമയത്ത് വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്താണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 എന്നാണ്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്തായിരുന്നു? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. അപ്പൊ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ഒരു ഉടമ്പടിയാണിത്. അപ്പൊ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ഒരു ഉടമ്പടിയാണിത് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ബ്രിട്ടീഷുകാർക്ക് കുളച്ചിലിൽ ഒരു കോട്ട കൊടുക്കാമെന്ന് ഏറ്റു. അപ്പം എന്താണ്? വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ഒരു ഉടമ്പടിയാണിത്. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ബ്രിട്ടീഷുകാർക്ക് കുളച്ചിലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റു.